നമസ്കാരം. ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ നോട്ട്സുകളൊക്കെ ആയിട്ട് കുട്ടികൾ വളരെയധികം വിരസത അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ കളിയിലൂടെ കുട്ടികളെ കൂടുതൽ രസകരമായിട്ട് അവരുടെ പാഠങ്ങൾ പഠിപ്പിക്കാനും പരീക്ഷകൾ നടത്താനും ഒക്കെ സാധിക്കുന്ന ഒരു മെത്തേഡ് ആണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ ഫോണിലും അതുപോലെ തന്നെ സിസ്റ്റത്തിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. വേർഡ് വാൾ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. വേർഡ് വാൾ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ വേർഡ് വാൾ ക്രിയേറ്റ് ബെറ്റർ ലെസൺസ് ക്വിക്ക് എന്നൊരു ലിങ്കിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നഷ്ടപ്പെട്ടു പോകാതെ സേവ് ചെയ്ത് വെക്കാനായിട്ട് കഴിയുന്നു. ഇവിടെ താഴെ ഫൈൻഡ് ഔട്ട് അബൌട്ട് അവർ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ് ഒരുപാട് ഫീച്ചറുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ ഏത് മെത്തേഡ് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് കുട്ടികളെ കളിയിലൂടെ പഠനം നടത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ഗെയിം ഷോ ക്വിസ് എന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിഫിക്സ്, അതുപോലെ തന്നെ WH ക്വസ്റ്റ്യൻസ്, അതുപോലെ മറ്റ് ഗെയിമുകൾ, ഫസ്റ്റ് കണ്ടീഷണൽ ക്വിസുകൾ, അങ്ങനെ ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വിസസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ക്വിസ് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ നമ്മുടെ ലെസണായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ക്വിസ് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ മുകളിൽ ക്രിയേറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഗെയിം ഷോ ക്വിസ് എന്ന് വരുന്നു. ഇവിടെ നമ്മൾ അഗെയിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനുള്ള സ്പേസ് വരുന്നു. ഇവിടെ ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് ഗ്രാമറാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഗൂഗിൾ ഫോമിൽ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ ഫോമിൽ ക്വിസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് അത്ര രസകരമാണോ എന്ന് ചോദിച്ചാലല്ല, ഒരു ഡയറക്റ്റ് ക്വിസ് നടത്തുന്നത് പോലെയാണ്. പക്ഷേ എന്നാൽ ഈ ഒരു വേർഡ് വാളിൻ്റെ പ്രത്യേകത ഒരുപാട് രസകരമായിട്ട് കുട്ടികൾക്ക് ഇതൊരു ഗെയിം മെത്തേഡിലൂടെ ക്വിസ് നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഗൂഗിൾ ഫോമിൽ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഇവിടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കൊടുക്കാം, ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തു. അതിന് നമ്മളിവിടെ ഓപ്ഷൻസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇത്ര ഓപ്ഷൻസ് ഇവിടെ കൊടുത്തു. ഇതിൽ കറക്റ്റായിട്ടുള്ള ഉത്തരം ഏതാണെന്നുള്ളത് നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഉത്തരം ഇവിടുത്തെ വെർബ് റൈറ്റ്സ് ആണ്. സോ ഞാനിവിടെ C കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് ആഡ് ഓൺ ചെയ്ത് പോകാൻ പറ്റും. 5 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം ഇതിന് ആവശ്യമായിട്ടുണ്ട്. 5 ക്വസ്റ്റ്യൻസിൽ കുറഞ്ഞ് നമുക്ക് ഈ ഒരു ക്വിസ് കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിനിമം 5 ക്വസ്റ്റ്യൻസ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇനിയും ഒരു 4 ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷൻസും നമ്മളിവിടെ കൊടുത്തു. അതിൻ്റെ കറക്റ്റായിട്ടുള്ള റൈറ്റ് ആൻസർ ക്ലിക്ക് ചെയ്തു. നമ്മളിവിടെ ഗ്രീൻ ടിക്ക് ഇവിടെ കാണാം. നമ്മളിവിടെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ താഴെയുള്ള ബട്ടണിൽ ഡൺ എന്ന് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് ഇൻറ്ററാക്റ്റീവ്സ് നമുക്കിവിടെ റൈറ്റിലൊരു ബോക്സിൽ കാണിക്കും. അപ്പോൾ ഈ മെത്തേഡുകളിലൂടെയാണ് നമ്മുടെ കുട്ടികളിലേക്ക് ക്വിസ് എത്തിക്കുക. ഇപ്പം നമ്മൾ ആദ്യമേ ചൂസ് ചെയ്യുന്ന മെത്തേഡ് ഗെയിം ഷോ ക്വിസ് എന്ന മെത്തേഡാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് കുട്ടികളിലേക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ്, നമ്മളിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വളരെ രസകരമായിട്ട് എത്തുക എന്നുള്ളത് നമുക്ക് കാണാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ്. കുട്ടി റൈറ്റ് ഉത്തരം കൊടുക്കുന്നു. ഉത്തരം കാണിക്കുന്നു. അപ്പോൾ കുട്ടിക്ക് പോയിന്റ്സ് ലഭിക്കുന്നു.
ഒരു ഗെയിമിംഗ് മെത്തേഡിലൂടെയാണ് അത് കുട്ടികളിലേക്ക് എത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. ഇവിടെ കറക്റ്റ് ഉത്തരം നമ്മൾ കൊടുക്കുകയാണ്. 50-50 ചാൻസ് ഉണ്ട്, എക്സ്ട്രാ ടൈം ഉണ്ട്. ഇവിടെ ഒരു ടൈം ഷെഡ്യൂൾ അവർ കൊടുത്തിട്ടുണ്ട്. ടൈമിനുള്ളിൽ നമ്മൾ കൃത്യമായിട്ട് ആൻസർ കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഐ ഉത്തരം ഞാൻ കറക്റ്റ് ഉത്തരം കൊടുത്തു. 50-50 ചാൻസസ് ഉണ്ട്, ടൈം ഫ്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വളരെ ഒരു രസകരമായ രീതിയിൽ കുട്ടി ഇത് ആക്ടിവിറ്റി ചെയ്തു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുത്തതായിട്ട് ഐ മീറ്റിംഗ് ബിരിയാണി, ഫൈൻഡ് ഔട്ട് ദ ഒബ്ജക്റ്റ്. ഇവിടെ ബിരിയാണിയാണ് കറക്റ്റ് ഉത്തരം, പക്ഷെ ഞാനിവിടെ ഒരു തെറ്റുത്തരം കൊടുക്കുകയാണ്. അപ്പം എങ്ങനെ വരും എന്ന് നമുക്കൊന്ന് കാണാം. കണ്ടോ, റോങ് ആൻസർ കൃത്യമായിട്ട് കാണിക്കുന്നു. കാണിച്ചതിന് ശേഷം റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഇതിനകത്ത് കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നതിലൂടെ കുട്ടി മറന്നു പോകാതെ കുട്ടി കൃത്യമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ ബോണസ് റൗണ്ട് കൊടുത്തു. കുട്ടി ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുന്നു. ആ ഒരു ബോണസ് കുട്ടിക്ക് കിട്ടുന്നു. ഒരു 50 പോയിന്റ്സ് കുട്ടിക്ക് ആഡ് ഓൺ ചെയ്ത് കിട്ടുന്നു. അടുത്ത 4th ക്വസ്റ്റ്യൻ റെഡി ആവുന്നു. അത് നമ്മൾ അതിനകത്ത് 50-50 ചാൻസ് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇവിടെ സബ്ജക്റ്റ് ദയാണ്, കറക്റ്റ് ഉത്തരം കൊടുക്കുന്നു. ഇപ്പോൾ ഇങ്ങനൊരു ഈ ഒരു ക്വിസ് ഫുള്ളായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു ലീഡർ ബോർഡ് ആൻസേഴ്സ് ഷോ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഫുൾ സ്കോർ കാണിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പല രീതിയിൽ ഇത് നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. സീരിയസ് ആയിട്ടൊക്കെ ഒരു ക്വിസായിട്ട് തന്നെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഈ ഒരു മെത്തേഡിൽ ഈ ഒരു ഇൻട്രാക്റ്റീവ് ടെംപ്ലേറ്റ്സ് ഇവിടെ സൈഡ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മെത്തേഡിൽ കണ്ടോ ഈ രീതിയിലും ക്വിസ് കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഉത്തരം റൈറ്റ്സ് കണ്ടോ. ഇതിൽ ഒരുപാട് ഗെയിമിങ് രീതി വരുന്നില്ല, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ ഇവിടെ വരുന്നു. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്പൺ ബോക്സ് മെത്തേഡാണ്. അപ്പോൾ ഇതിലൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബോക്സസ് കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ഇതിൽ നിന്നൊരു ആൻസർ നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന ഒരു രീതി. അതുപോലെ തന്നെ മേസ് ചെയ്തിട്ടുള്ള രീതി. ഇത് പക്ക ഒരു ഗെയിം രീതി തന്നെയാണ് ഇത് പോകുന്നത്. പിന്നെ റാൻഡം വീലുണ്ട്. റാൻഡം വീൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പിന്നിങ് മെത്തേഡിലൂടെ ഇങ്ങനെ സ്പിൻ ചെയ്ത് കറക്കിക്കൊണ്ട് ക്വസ്റ്റ്യൻസ് കണ്ടെത്താനായിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊരു ആവർത്തന വിരസത വരുന്നില്ല. ഒരു ടൈം നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നു. ഇനി അടുത്തത് ഒരു മാച്ചപ്പ് രീതിയിലാണെങ്കിൽ മാച്ച് ചെയ്തുകൊണ്ടിട്ട് നമുക്ക് ആൻസർ കറക്റ്റ് ചെയ്യാനുള്ള രീതി. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും കൂടെ ഒരൊറ്റ പേജിൽ വന്നിരിക്കുകയാണ്. കുട്ടികളിലേക്ക് എത്തിക്കാൻ ഇവിടെ താഴെ നമ്മൾ ഈ ഒരു ക്വിസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം താഴെ ഷെയർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ടീച്ചേഴ്സ് അല്ലെങ്കിൽ മൈ സ്റ്റുഡൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. നമ്മളിവിടെ കുട്ടികളിലേക്കാണ് ഇത് എത്തിക്കുന്ന ഒരു അസൈൻമെൻ്റ് ആയിട്ടാണ് കുട്ടികൾക്കിത് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ ഈ സെറ്റ് അസൈൻമെൻറ്റ് കൊടുക്കുന്നു. നമുക്കിവിടെ ആവശ്യമുള്ളൊരു ടൈറ്റിൽ നമ്മൾ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മളിവിടെ ഇംഗ്ലീഷ് ഗ്രാമറിന് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മളിവിടെ ഡെഡ് ലൈൻ നമുക്ക് കൊടുക്കാം. ഇത്ര സമയത്തിനുള്ളിൽ എന്നുള്ളൊരു ഡെഡ് ലൈൻ കൊടുത്ത് ഡേറ്റും ടൈമും ഒക്കെ നമുക്കിവിടെ കൊടുക്കാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്ത് തരിക എന്നുള്ളൊരു ഡെഡ് ലൈൻ കൊടുത്തിട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ലിങ്ക് വരും. ഈ ലിങ്ക് നമ്മൾ നേരെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ മറ്റു വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ വാട്സപ്പ് വെബ് വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ കുട്ടികളിലേക്ക് ഈ ഒരു ലിങ്ക് എത്തിക്കാൻ സാധിക്കും. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി കുട്ടികൾ ഈ ക്വിസിലേക്ക് പ്രവേശിക്കുകയും അവർക്ക് ഈ ഒരു ഗെയിമിംഗ് മെത്തേഡിലൂടെ അവർ പഠിച്ച പാഠങ്ങൾ രസകരമായിട്ട് പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.